Okay, good evening everybody. അപ്പം ഇന്ന് 2024 ലാസ്റ്റ് സെഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ന്യൂ ഇയറിലായിരിക്കും നമ്മൾ സെഷൻ എടുക്കാം. സോ ഹൈ വെൽക്കം എവ്രി വൺ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗെറ്റ് സെറ്റ് ഗോ ഫോർ ദ ന്യൂ ഇയർ എന്നുള്ളതാണ് ഞാൻ ഇട്ടത്. അപ്പം എന്തിനു വേണ്ടിയിട്ട് റെഡി ആവാനാണ് ഞാനിത് പറഞ്ഞത് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ മോസ്റ്റ് പവർഫുൾ ആൻഡ് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പോസ്റ്റർ കാണുമ്പോൾ ന്യൂ ഇയറിന് ഇത്രയൊക്കെ ആഘോഷമാക്കേണ്ട ആവശ്യമുണ്ട്, എത്ര ന്യൂ ഇയറുകൾ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നായാലും നാളെ ആയാലും ഇന്നലെ ആയാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ ന്യൂ ഇയറിനായിട്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്താ ആഘോഷം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ന്യൂ ഇയർ ആയതുകൊണ്ടുള്ള ഭയങ്കര സ്പെഷ്യാലിറ്റി അല്ല ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം. ഞാനും ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. അതായത് ന്യൂ ഇയറിൽ ഇപ്പൊ എന്താ പുതുമ എന്നൊക്കെ ഉള്ള ഒരു അടുത്ത വർഷം ആവുന്നു എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാനും. ബട്ട് പിന്നെയാണ് പല ആൾക്കാരും ചില സമയത്ത് പുതിയ പുതിയ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനും പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ റെസൊല്യൂഷൻസ് എടുക്കാനൊക്കെ ന്യൂ ഇയറിനെ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ദേ ഫീൽ ദാറ്റ് ഒരു പുതിയ സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തോ ഒരു പുതുമ അവർക്ക് തോന്നുന്നു. അത് അവരെ പറഞ്ഞിട്ട് തെറ്റില്ല, കുറ്റല്ല ആക്ച്വലി. ബട്ട് ഇഫ് ദേ ഫീൽ സംതിങ് ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഗുഡ്. കാരണം എപ്പോഴെങ്കിലും ഒരു പുതിയതിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അവരൊരു പുതിയ മനുഷ്യനാകാൻ വേണ്ടി തീരുമാനിക്കുകയാണല്ലോ അങ്ങനത്തെ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ അത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ന്യൂ ഇയറില് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ആക്ച്വലി ന്യൂ ഇയറിനേക്കാളും നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും പുതിയതാണ് അല്ലെ. ഇന്ന് കഴിഞ്ഞ് നാളെ പുലരുമ്പോൾ ആക്ച്വലി അതൊരു പുതിയ ദിവസമാണ്, പുതിയ ഡേ ആണ്, ന്യൂ ഡേ ആണ്, ന്യൂ ബിഗിനിങ് ആണ്. അപ്പൊ നമുക്ക് ഇന്ന് വളരെ എന്താ പറയാ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനും പുതിയൊരു സ്റ്റെപ്പും ജീവിതത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കാനും നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഉപയോഗപ്പെടുത്താം. ഇതേപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ സെൽസ് ഓരോ സെക്കൻഡും ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്തിന് നമ്മുടെ പ്രപഞ്ചം എടുത്ത് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ എർത്ത് സണ്ണിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു വർഷം തികയുമ്പോൾ 365 ദിവസം ആകുമ്പോഴാണല്ലോ പുതിയ വർഷം വരുന്നത്, പുതുവർഷം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എർത്ത് പോലും ഒരു പുതിയ സൈക്കിളിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം നമ്മുടെ യൂണിവേഴ്സ് ഒരു പുതിയ ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മളും അതിന് ഹാർമണി ആയിട്ട് നിന്നുകൊണ്ട് പുതിയൊരു സ്റ്റെപ്പ്, പുതിയ തീരുമാനങ്ങള്, പുതിയൊരു മൈൻഡ് സെറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഹാർമണി ഓഫ് ദ യൂണിവേഴ്സ്. നമ്മൾ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു ഹാർമണിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചവുമായിട്ട് നമ്മളൊരു അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളിലും ആ എന്തുണ്ടാവും, ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ആ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും പുതിയ കോശങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഈ പറയുന്ന നിമിഷം തൊട്ടടുത്ത നിമിഷം പുതിയതാണ്. അപ്പൊ ന്യൂ ഇയർ എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഏത് നിമിഷത്തിലാണോ നമ്മൾ മാറാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നത്, നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബിഗിനിങ് ആണ്. അതിന് ന്യൂ ഇയർ വരെ കാത്തു നിൽക്കണം എന്നൊന്നുമില്ല. നമ്മൾ തീരുമാനമെടുക്കുന്ന ആ സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ബിഗിനിങ്, ന്യൂ ഇയർ, ന്യൂ ടൈം എന്നുള്ളത്. സോ ഇതാണ് ഈ ന്യൂവിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ മീ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചുറ്റുമുള്ള ലോകം ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് എന്തെങ്കിലും പുതിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗുഡ് എന്നുള്ള രീതിയിലാണ് ഞാനിത് എടുക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ ഇപ്പം നിങ്ങൾ എല്ലായിടത്തും കേൾക്കുന്ന ടോപ്പിക് ആയിരിക്കും ഗ്രാറ്റിറ്റ്യൂഡാണ്
ഓക്കെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ടത് എന്തേനു, ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. അതായത് പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് എന്താവണം എന്നുള്ളതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ ഞാൻ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒന്ന്, നമ്മൾ നന്നായിട്ട് യാത്ര പോകണം, നല്ല അറിവുകൾ ശേഖരിക്കണം, അതേപോലെ തന്നെ നമ്മളെ മൈൻഡിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ്, അങ്ങനത്തെ നല്ല നല്ല വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അല്ലെ. അപ്പം ഇത് ആക്ച്വലി ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു അസ് അവർ സെൽഫ് ഡെവലപ്മെന്റ്, നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ. ഇതേപോലെ തന്നെ നമ്മൾ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു വൈബ് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ വർഷം നമ്മൾ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന, നമ്മൾ ചിന്തിച്ചിരുന്ന ചിന്തകളാണ് നമ്മളെ വൈബിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു വർഷത്തിൽ നമ്മുടെ വൈബ് എന്തായിരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു വൈബ് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വൈബുമായിട്ട് യോജിച്ചതല്ലെങ്കിൽ, നൗ വി ആർ ഗോയിങ് ടു ഷിഫ്റ്റ് ഇൻ ടു ഗ്രാറ്റിറ്റ്യൂഡ് മോഡ് എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, ലവ് തുടങ്ങിയ ഇങ്ങനത്തെ ഈ ഇതിൽ നിൽക്കുമ്പോഴാണ്, ഈ ഒരു എനർജിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ നിലനിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക, നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുക എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം പലരും ഞാൻ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് അവരുടെ വൈബ്രേഷൻ, അവരുടെ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഹയസ്റ്റ് ഫോമില. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മളൊക്കെ എനർജി ബീങ്സ് ആണ്. നമ്മൾ ഈ കാണുന്ന ശരീരം മാത്രല്ല നമ്മളിൽ ഒരു എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഓരോ നിമിഷവും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് ഏറ്റവും ഹയസ്റ്റിൽ എപ്പോഴാണോ നമുക്ക് നിലനിർത്താൻ പറ്റുക, അപ്പോഴാണ് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ഭവിക്കുക, നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കാൻ പറ്റുക, നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, ടു ബി ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇതിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ടാവും, ഇതേപോലെ തന്നെ ഒരുപാട് ആളുകളിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട്. പക്ഷെ പിന്നെയും 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 എന്തുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീങ്, ആ മെന്റൽ സ്റ്റേറ്റിൽ നിൽക്കണം എന്ന് പറയാനുള്ള കാരണം, ഞാൻ ഇനി നിങ്ങൾ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ പവർഫുൾ ആയിരിക്കും, വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിൽ നിൽക്കുക എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ മേഖലയിലും, ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത എല്ലാ മേഖലയിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് വളർച്ച ഉണ്ടാക്കാൻ പറ്റും, ഉന്നതിയിലെത്താൻ പറ്റും, വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ എന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആക്കി ഞാനൊരു അമേരിക്കൻ ആക്ടറിന്റെ കഥ പറയാം. ജിം ക്യാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. ആ ആക്ടർ പിന്നെ മാജിക് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മള് റോണ്ട ബേണിന്റെ ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു മെയിൻ ബുക്കാണ് റോണ്ട ബേണിന്റെ സീക്രട്ട്, മാജിക്, പവർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ റോണ്ട ബേൺ ഈ സീക്രട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ജീവിതത്തില് എങ്ങനെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാവർത്തികമാക്കണം, എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം, എങ്ങനെയൊക്കെ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ കറക്റ്റ് റോണ്ട ബേൺ ആ ബുക്സിൽ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ, ആദ്യമായിട്ട് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ണ് തള്ളിപ്പോകും. കാരണം ഇത്രയും സിമ്പിൾ ആയിരുന്നു ലൈഫ്, ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റും, ഇത്രയൊക്കെ മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരാളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ഇത് റോണ്ട ബേൺ, അതിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർ പറയുന്നതും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അവരനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്, അതും ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു നന്ദിയുള്ള മനുഷ്യനായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ലൈഫിലെ ചേഞ്ചസ് വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. സോ അത്രക്കും പവർഫുൾ ആണ്. അപ്പം ഈ റോണ്ട ബേണിന്റെ ഒരുപാട് കോപ്പീസ്, ആ ബുക്സിന്റെ കോപ്പീസ് വിറ്റ് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിലൂടെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ റോണ്ട ബേണിന്റെ സീക്രട്ട്, മാജിക്കിലൊക്കെ പറയുന്നത് ആക്ച്വലി ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് ആണ് പറയുന്നത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും.
അപ്പം അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജിം ക്യാരിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഒരു ആക്ടർ ആയിരുന്നു. അപ്പൊ ജിം ക്യാരി കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് ആക്ടിങ് ഫീൽഡിലേക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു. അതായത് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ട്രബിൾസ് ഉണ്ടാവും അല്ലെ. തുടക്കക്കാരൻ എപ്പോഴും ചാലഞ്ചസ് ഇങ്ങനെ എപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്താണ്, കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത സമയത്താണ് ഒരു ചെക്ക് എടുത്തിട്ട് പിന്നെ ആ ചെക്കിൽ ഇങ്ങനെ എഴുതാണ് ഇത്ര എമൗണ്ട് ഓഫ് മണി, ഇത്ര മില്യൺ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മില്യൺസ് ആണ്. 10 മില്യൺ ഈ ഞാൻ നേടിയിരിക്കുന്നു. അതായത് ആ ചെക്കിൽ നമ്മൾ ഡേറ്റ് ഒക്കെ ചെയ്തല്ലോ. അപ്പൊ ഈ ഡേറ്റ്, ആ ഒരു ഡേറ്റ് ഒക്കെ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് ഇട്ടിട്ട് ഇത്ര എമൗണ്ട് എനിക്ക് ഒരു സൈൻ ഒക്കെ ഇട്ടിട്ട് ഞാൻ എനിക്ക് വന്ന് ചേർന്നതായിട്ടുള്ള ആ ഒരു ഓൾറെഡി സംഭവിച്ച പോലെ ആ ചെക്ക് അങ്ങനെ എഴുതി ഒപ്പിട്ട് വെച്ചു. ഓക്കെ. എന്നിട്ട് ജിം ക്യാരി എന്താ ചെയ്ത വെച്ചാൽ ഈ ചെക്ക് തന്റെ പേഴ്സിൽ വെച്ചു. അപ്പൊ എന്നിട്ട് ഈ പേഴ്സിൽ വെച്ചിട്ട് ഓൾറെഡി ഇത് സംഭവിച്ച രീതിയിൽ ഫീലിംഗ് കൊടുത്തിട്ട്, ഓൾറെഡി എനിക്ക് ഇത്ര 10 മില്യൺസ് കിട്ടി എന്ന് സംഭവിച്ച ഒരു ഫീലിംഗ് കൊടുത്തിട്ട് എപ്പോഴും അതിനെ നോക്കുമായിരുന്നു. എന്നിട്ട് കൊല്ലങ്ങളോളം, എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സോളം അയാളുടെ പേഴ്സിൽ ആ ചെക്ക് ഉണ്ടായിരുന്നു. അപ്പം ആദ്യമേ അയാൾ താങ്ക് യു പറഞ്ഞിട്ടാണ്, അത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആ ചെക്ക് എഴുതി വെച്ചത്. അപ്പൊ 3 കൊല്ലം ആ പേഴ്സിൽ വെക്കുമ്പോൾ, ഒരു സാധനം, ഒരു പേപ്പർ നമ്മൾ 3 കൊല്ലം വെക്കുമ്പോൾ ആ പേപ്പറിന്റെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? ജിം ക്യാരി തന്നെ പറയുന്നുണ്ട്, അതിങ്ങനെ കീറി പറഞ്ഞ് അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ 3 വർഷം അയാള് ആ ചെക്കിൽ വിശ്വസിച്ച്, ആ ഒരു എമൗണ്ട് എനിക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ച് ആ 3 വർഷം അയാൾ അങ്ങനെ തന്നെ നിന്നപ്പോൾ ആ മൂന്നാമത്തെ വർഷം അയാൾക്ക് അത് നേടാൻ പറ്റി എന്നുള്ളത് അത് ഭയങ്കര അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇങ്ങനെ. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം ഹി ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, അതിന് നന്ദിയുള്ളവനായി, അതേപോലെ തന്നെ അതിൽ വിശ്വസിക്കുകയും ചെയ്തു. ഓക്കെ. ഇത് രണ്ടും കൂടി ചേർന്നപ്പം അത് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കുക, $10 മില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ചോദിച്ചാൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പം ഇത്രയ്ക്കും പവർഫുൾ ആണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നുക, അല്ലെങ്കിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക, അല്ലെങ്കിൽ നന്ദിയുള്ളതാവുക? ഈ സന്തോഷം തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വേറൊരു രൂപമാണ് അല്ലെ. ഓക്കെ. നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ താങ്ക് യു മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വേറൊരാളെ അപ്രിഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഹയർ ഓപ്ഷനാണ്. ഇനി നമ്മളിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നു ചേർന്നിട്ട് നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ ആ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് ആ ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് പോകുമ്പോൾ ആക്ച്വലി വി ആർ സെയിങ് താങ്ക് യു, എനിക്ക് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിന് നമ്മൾ താങ്ക് യു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡിന്റെ എന്താണ്, താങ്ക് യു എന്നതിലേക്ക് അപ്പുറത്തേക്ക് അപ്രിഷിയേഷനും സെലിബ്രേഷനും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഹയർ ഫോംസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ലൈഫില് ഓക്കെ അപ്പൊ നമ്മള് ലൈഫിൽ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് വെച്ചാല്, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഈ പറഞ്ഞ പോലെ സെലിബ്രേഷൻ മൂഡോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം സംഭവിച്ചു നമ്മൾ ഭയങ്കര സന്തോഷം. ചെറിയ കാര്യത്തിന് നമ്മൾ വല്ലാണ്ടത്ര പരിഗണന കൊടുക്കില്ല. അതിപ്പോ എന്താ, നമ്മളൊരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള മൂഡിലായിരിക്കും പോലെ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഒരു 50 പൈസന്റെ മുട്ടായി, ഇപ്പൊ 50 പൈസന്റെ മുട്ടായി കിട്ടുമോ എന്നൊക്കെ അറിയില്ല, ഒരു രൂപന്റെ മുട്ടായി പിന്നെ കൊടുത്താൽ പോലും അവർക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മളൊരു പിന്നെ കുറച്ചും കൂടെ വലുതായാൽ 1 രൂപന്റെ മുട്ടായി കിട്ടിയാലൊന്നും നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവില്ല. നമുക്ക് നല്ല ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഗാലക്സിയോ സ്നിക്കേഴ്സോ ഒക്കെ കിട്ടണം. അപ്പൊ ഈ 1 രൂപന്റെ മുട്ടായിക്ക് എന്ത് സംഭവിച്ചു പോയി? അവിടെ നമ്മൾ എന്താ പറയാ, 1 രൂപന്റെ മുട്ടായി അല്ല, അതിലിപ്പോ എന്താ ചിന്തിക്കുന്നവരുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ആ ഫ്ലേവർ തന്നെ ഇഷ്ടമല്ല. അപ്പം അവര് നന്നായിട്ട് എന്താണ്, ഓ കിട്ടി എന്നുള്ളതിൽ അവർ നിൽക്കും. പക്ഷെ ചിലർ എന്താണ്, അത് ടേക്കിട്ട് പോകും, അതിലിപ്പോ എന്താ വലിയ കാര്യം എന്നുള്ള രീതിയിൽ നിൽക്കും. അത് പോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോവാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന കോട്ട് വിചാരിച്ചു, ഈ കോട്ടിലെ ഒരു ബട്ടൺ വീണ് പോയി. അപ്പൊ ഞാന് ഈ വീണ് പോയ പെട്ടെന്നാണ് വീണ് പോയത്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോ വീണ് പോയി എന്ന് വെക്കാം. അപ്പം അവിടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ബട്ടൺ വീണ് പോയത് കാരണം
എനിക്ക് ചിലപ്പോൾ നല്ല കോൺസെൻട്രേറ്റ്, അതായത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, എന്റെ മനസ്സിന്റെ ഒരു കോൺസെൻട്രേഷൻ എവിടേക്കായിരിക്കും, ഈ ബട്ടൺമലേക്കായിരിക്കും. ഇത് പോയല്ലോ, ഇത് ആരെങ്കിലും നോട്ടീസ് ചെയ്യോ, ഇത് കാരണം ബോറുണ്ടോ എന്ന് പലപ്പോഴായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പറയുമ്പോൾ അതൊരു ചെറിയ ബട്ടണാണ്, പക്ഷെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് എന്നെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ടെങ്കിൽ ആ ബട്ടന്റെ വാല്യൂ ഒന്ന് ആലോചിക്കുക. അല്ലെ? അത് ബട്ടൺ എന്റെ കൂട്ടിൽ നിന്ന് പോകുമ്പോഴാണ് അതിന്റെ പ്രശ്നം വരിക. പക്ഷെ ആ ബട്ടൺ ഓൾറെഡി ആ കൂട്ടുമ്മലുണ്ടെങ്കിൽ എനിക്ക് ബട്ടനെ കുറിച്ചിട്ട് യാതൊരു ചിന്തയുണ്ടല്ല. അതെന്താ കൂട്ടിൽ ഉണ്ടാവേണ്ട ഒരു ബട്ടൺ, അത് അതിന്റെ സ്ഥാനത്തിരിക്കുന്നു. ബട്ട് ഇങ്ങനെ നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ട് നമ്മളെ ഡ്രസ്സിൽ ഒരു മുത്തിന് ഒരു ബട്ടന് വരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര അടിപൊളിയായിരിക്കില്ലേ? നിങ്ങളൊക്കെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ കാര്യമൊന്നും അല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെ. കാരണം നമ്മൾ ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ നമുക്ക് ഒരു പുതിയ വാച്ച് വാങ്ങി, പുതിയ വാച്ച് വാങ്ങിയാൽ ആ പുതുമ എത്ര കാലം ഉണ്ടാവും? കുറച്ചു കാലം നമുക്ക് ആ പുതുമ പുതുമയോട് കൂടി നമ്മൾ ആ വാച്ചിനെ നോക്കിക്കാണും. കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരുമോ, വാച്ച് കെട്ടി പോയി. പക്ഷെ എപ്പോഴും നമുക്ക് ആ പുതുമയോട് കൂടിയിട്ട് എന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് എന്ന പുതുമയോട് കൂടി താങ്ക് യു പറഞ്ഞ് നമുക്ക് അതിനെ ഫീല് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ദ തിങ് ഈസ്, നമ്മൾ എന്തിനൊക്കെ നമ്മൾ താങ്ക് യു പറയണോ അത് ഗ്രേറ്റർ ഫോംസിൽ നമുക്ക് റിട്ടേൺസ് തരും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു അറബിക്കില് ഒരു ഇതുണ്ട്, ഒരാളുണ്ട്, എന്താ, ലൈൻ ഷക്കർത്തും ലാസി തന്നക്കും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നീ നന്ദി കാണിക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ കൂടുതൽ ഞാൻ ഇനിയും തരും. ഇങ്ങനത്തെ പല കോഴ്സ് ബൈബിളിലും വേദാസിലും എല്ലാത്തിലും ഉണ്ട്. ഇവരെല്ലാരും പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങൾ നന്ദിയുള്ളവരാകുക, നിങ്ങൾ നന്ദി കാണിക്കുക. നിങ്ങൾക്ക് ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ നന്ദി കാണിക്കും തോറും നിങ്ങളിലേക്ക് ഇല്ലാത്തത് ഇങ്ങനെ വന്ന് ചേർന്നിരിക്കും. പക്ഷെ നമ്മളൊക്കെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, നമുക്ക് ഉള്ളതിന് പോലും നമ്മൾ നന്ദി കാണിക്കില്ല. അതായത് നമ്മളോട് മറന്നു, നമ്മളത് ഓർക്കാൻ കൂടിയില്ല. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നമ്മൾ എന്താ ആദ്യം ചിന്തിക്കുക, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഇന്നത്തെ പണികളെ കുറിച്ചിട്ട്. ഇനിയിപ്പോ അടുക്കളയിൽ കയറണ്ടേ, അല്ലെങ്കിൽ പാല് വാങ്ങിക്കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയോ പണികൾ, നമ്മുടെ ടു ഡു ലിസ്റ്റ്. ഒരു ദിവസം കിട്ടുന്ന ലീവ് ആയിരിക്കും, അപ്പൊ അന്ന് ചെയ്യാനുള്ള ഒരുപാട് പണികളുണ്ടാവും. ഓ, എണീക്കാൻ തോന്നണില്ല, മടി എന്നൊക്കെയുള്ള രീതിയിൽ, എനിക്ക് ഉറങ്ങാൻ ഇനിയും ഉറങ്ങണ്ടീനു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ. അപ്പൊ രാവിലെ തന്നെ ഇങ്ങനത്തെ ചിന്തകളാണ് നമ്മൾ അലട്ടുന്നതെങ്കിൽ, ആഹ് നമ്മള് അത്തരം ചിന്തകൾ, അതായത് അത്തരം അനുഭവങ്ങളായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളെ തോട്ട്സിന് ഒരു പവർ ഉണ്ട്. നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ നമ്മളെ തോട്ട്സിനുണ്ട്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ, യെസ്, ഇന്ന് എനിക്കൊരു ദിവസം കിട്ടി, ഇന്നും കൂടെ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടി. ആ ഒരു, അതായത് എന്റെ രണ്ട് കൈകളും അതേപോലെ ഇരിക്കുന്നു, എനിക്ക് രണ്ട് കാലുകളും ഇതേപോലെ തന്നെ ഇരിക്കും, എന്റെ ബോഡി ഫുൾ ഹെൽത്തി ആയിട്ട് തന്നെ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര സുന്ദരമാണല്ലേ? അതായത് ഓൾറെഡി ഉള്ള കാര്യത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എത്ര സുന്ദരമാണ്. എല്ലാ മതങ്ങളിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനകളുണ്ട്, അല്ലെ? എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പം ഈ ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് പ്രാർത്ഥനയോട് കൂടിയിട്ട് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഒന്നുമില്ല, അവിടെ നമ്മളൊരു ഫീലിംഗ് കൊടുക്കുകയാണ്, നന്ദി, താങ്ക് യു എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഫീലിങ്ങോട് കൂടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചിന്തകൾ, നമ്മൾ കൊടുക്കുന്ന വൈബ്രേഷൻ എന്താണോ അത് അതേപോലെ അട്രാക്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്തുകൊണ്ട് നല്ലത് അട്രാക്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഉപയോഗിച്ചുകൂടാ? നല്ലത് ചിന്തിക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക. വേണ്ടാത്തത് നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി വെറുതെ എന്തിനാ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്? പകരം വേണ്ടത് നമ്മൾ ചിന്തിക്കുക. വേണ്ടത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളെ ലൈഫിലേക്ക് വരാം. അത് അങ്ങനെ ആവാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും പല ആൾക്കാർക്കും എന്താ വേണ്ടത് എന്ന് പോലും അറിയില്ല. പലപ്പോഴും പറയുന്ന കാര്യമാണ്, നിനക്ക് എന്താ വേണ്ടത് മോളെ എന്ന് ചോദിച്ചാല്, എന്താണ് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇടങ്ങേറുള്ള കുറെ ആൾക്കാരുണ്ട്. കറക്റ്റ് ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണോ അത് നമ്മളെ മനസ്സിൽ ഫീൽ ചെയ്ത് അതിനെക്കുറിച്ച് മാത്രം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വി വിൽ ഗെറ്റ് അട്രാക്റ്റഡ്. പലപ്പോഴും ഈ ബാധ്യതകൾ ഉള്ള ആൾക്കാരാണെങ്കിൽ,
തീരെ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ്, അറ്റം മുട്ടി നിൽക്കുകയാണ്. എവിടുന്നും കടം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാരെങ്ങനെയും വിളിച്ചുകൊണ്ടിരിക്കുക. അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിലാണ് ആൾക്കാർ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ. കാരണം അയാൾക്കൊരു സമാധാനവും ഇല്ല. അയാൾ ഫുള്ള് എന്താണ് ട്രാപ്പായി നിൽക്കുകയാണ്. ഇനി എനിക്ക് എന്താ പോം വഴി എന്ന് ചിന്തിക്കുമ്പോൾ അയാളോട് നമ്മൾ പറയാം, നിങ്ങൾ കയ്യിലുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടൊരു നിൽക്കാനൊരു വീടുണ്ടാവും. ഓക്കെ, ആ വീടിന് ചിലപ്പം എത്രയോ ലക്ഷങ്ങളുടെ മൂല്യം ഉണ്ടാവും. അപ്പൊ ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരു ഗ്രേറ്റ്ഫുൾ ആവേണ്ട കാര്യമല്ലേ. അയാൾക്ക് ധരിക്കാൻ വസ്ത്രമുണ്ടാകും, അയാൾക്ക് ഇടാൻ ചെരുപ്പ് ഉണ്ടാവും, അയാൾക്ക് വാച്ച് ഉണ്ടാവും. എത്ര കടാണെങ്കിൽ കൂടി അയാൾക്ക് അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം അയാൾക്ക് അയാളുടെ വീട്ടിൽ ലഭ്യമാകുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങൾ അയാളുടെ, അതായത് ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ അയാളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അയാളുടെ മനസ്സ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇല്ലാത്തതിലായിരിക്കും, അല്ലെങ്കിൽ ആ കടത്തിലായിരിക്കും. അങ്ങനെ കടത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വേർ ദ ഫോക്കസ് ഗോസ് വേർ ദി എനർജി ഫ്ലോസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എനർജി ഫുൾ ആ കടത്തിലായിരിക്കും. അപ്പൊ കടം 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും കൂടുതൽ കടത്തിലേക്കാണ് ചേരുക. ബിക്കോസ് അവർ തോട്ട്സ് വിൽ അട്രാക്ട് വാട്ട് വി തിങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയാണ്, അഭിവൃദ്ധിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, ഇത്ര പൈസക്ക് ഞാൻ വാങ്ങിയ ലാപ്ടോപ്പ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ പൈസക്ക് വാങ്ങിയ ലാപ്ടോപ്പാണ്. അപ്പം അതിന്റെ മൂല്യം കൊടുത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ്. ഞാൻ എന്റെ വൈബ്രേഷൻ ഞാൻ ഉയർത്താണ്. എനിക്ക് വാച്ച് ഉണ്ട്, എനിക്ക് ഓട്ടുണ്ട്, എനിക്ക് തട്ടുണ്ട്, എനിക്ക് കമ്മലുണ്ട്. ഇങ്ങനെ ഓരോന്നും ഞാൻ ചിന്തിക്കുമ്പോൾ ആക്ച്വലി ഞാനൊരു റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലെ. എനിക്ക് ഇപ്പുറത്തെ ഒരു 10 ലക്ഷത്തിന്റെ കടം ഉണ്ടെങ്കിൽ കൂടി ഞാൻ എൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഐ എം എ റിച്ച് പേഴ്സൺ. പക്ഷെ ആ റിച്ച്നെസ് പലർക്കും എന്താണ് ഫീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവരുടെ തോട്ട്സ് എപ്പോഴും നെഗറ്റീവിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ നെഗറ്റീവ് തോട്ട്സിനെ ഈസി ആയിട്ട് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം അതിങ്ങോട്ട് ഫീൽ ചെയ്യുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് നമ്മളെ ലൈഫിൽ നമുക്ക് എന്താണ്, നമ്മൾ നന്ദിയുള്ളവരാകുമ്പോൾ ഏതിലാണോ നമ്മൾ ഇല്ലാത്തത് ആലോചിച്ചിട്ടല്ല, ഓക്കെ, ഉള്ളതിൽ ആലോചിച്ചിട്ട് നമ്മൾ നന്ദിയുള്ളതാകുമ്പോൾ അതിൽ അത് നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പൊ ഈ പൈസന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ പൈസനെ ഡീൽ ചെയ്യുന്നതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ബാഗിലേക്ക് പൈസ ഇടുക ചെയ്യാറ്. ചിലപ്പം അന്ന് നമ്മള് പേഴ്സ് ഒന്നും കരുതണ്ടല്ലോ, ബാഗിലേക്കാണ് പൈസ ഇടും. ഇപ്പൊ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കില്ല. അപ്പൊ കണ്ടക്ടറോട് ചോദിക്കുമ്പോൾ എന്താണ്, ആ മടക്കി ഇങ്ങനെ 2, 3, 4 പ്രാവശ്യമൊക്കെ മടക്കി വെച്ചാൽ നോട്ട് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിക്കുക, ഹൗ യു ആർ ട്രീറ്റിംഗ് ദാറ്റ് മണി. ആ ഒരു കറൻസിനെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മള് പണത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ടും ബഹുമാനത്തോട് കൂടിയിട്ടും കൈകാര്യം ചെയ്താലേ പണം നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ഒരു 10 രൂപ ആണെങ്കിൽ കൂടി അതിനോട് നമുക്കൊരു ബഹുമാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചുരുട്ടിക്കുട്ടി അതിലേക്ക് ഇടുന്നത്. പക്ഷെ ചില ആൾക്കാരെങ്ങനെ നോക്കി പണം വൃത്തിയിൽ നല്ല പേഴ്സിൽ ഒരു മടക്കൊന്നും ഇല്ലാതെ വെക്കുന്നതായിട്ട് കാണും. ബിക്കോസ് ദേ ലവ് മണി. പണത്തിനെ സ്നേഹിക്കുന്നതിന് ഒരു തെറ്റില്ല. കാരണം പണത്തിനെ സ്നേഹിച്ചാലേ പണം നമ്മളിലേക്ക് വരും. ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് അവരതിനെ നോക്കി കാണുമ്പോൾ പണം അവരിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് വിൽ മൾട്ടിപ്ലൈ. നമ്മൾ എന്തിനാണോ നന്ദി കാണിക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. സോ നമ്മൾക്ക് ഈ പണം ഇപ്പൊ ഇതേപോലെ തന്നെ ഈ എപ്പോഴാണ് പൈസ, ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് എന്താണ് ST കൊടുത്തിട്ടായിരിക്കില്ല പോവാം. ഈ ST കൊടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ചില സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടേക്ക് നമ്മൾ കരുതുണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ചിലവ് എന്തെങ്കിലുമൊക്കെ വന്ന് പോയാൽ കൂട്ടുന്നു. ഒരിക്കലും ഇതേപോലെ ഞാൻ ബസ് കയറിയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ എന്തോ ചെറിയ 2 രൂപ ഷോർട്ടേജ് വന്നു. കണ്ടക്ടറോട് എനിക്ക് 2 രൂപ, കുട്ടികളാണല്ലോ, അപ്പൊ നമ്മൾ കണ്ടിട്ട് അടുത്ത് പൈസ അല്ല, 2 രൂപന്റെ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഭയങ്കര മടി. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കും, പക്ഷെ ഞാൻ എന്താ ചെയ്യുക, അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ 2 രൂപന്റെ മൂല്യം അറിയുന്നത്. അത് നമ്മളിൽ നിന്നും അത് ഇല്ലാതാവണം.
അല്ലെ? അതായത് 2 രൂപന്റെ മൂല്യം അറിഞ്ഞ ഒരു സമയമാണ്. ടിക്കറ്റിന് 2 രൂപ കുറവുണ്ടാകുമ്പോഴാണ് നമ്മള് ആ പൈസ കുറവുണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന്റെ മൂല്യം അറിയാന്നുള്ളതാണ്. ഇതേപോലെ നമുക്ക് വേണ്ടത് എന്താണോ അതിലൊരു അണു കുറഞ്ഞാല് നമ്മൾ അതിന്റെ മൂല്യം അറിയും. പക്ഷെ നമുക്ക് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വക വെക്കൂല, നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല എന്നുള്ളതാണ്. പക്ഷെ കൂടുതൽ ഉണ്ടാവുമ്പോഴും അതിലേക്ക് നമ്മൾ ആ അനുഗ്രഹത്തിനെ നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ് പിന്നെ പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് പൈസക്കാര് പിന്നെയും 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 പൈസ ഉണ്ടാക്കുന്നതും ദരിദ്രര് പിന്നെയും 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 ദരിദ്രരായിക്കൊള്ളും. ദരിദ്രരുടെ ചിന്ത എന്താ വെച്ചാൽ എന്താണ്, എന്റെ അടുത്ത് പൈസ ഇല്ല, ഞങ്ങൾക്കൊന്നും വരുന്നില്ല, പണിയില്ല, ജോലിയില്ല, തൊഴിലില്ല, ഫുള്ള് കടാണ്. ഇതന്നെയാണ് അവരുടെ ചിന്ത. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൗ ക്യാൻ ദി അട്രാക്ട് മണി? അവർക്ക് ഒരിക്കലും പണം അവരിലേക്ക് അട്രാക്ട് ചെയ്ത് വരില്ല. പക്ഷെ അതേസമയം റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ചിന്ത എപ്പോഴും പൈസ ഉണ്ട്, പൈസ ഉണ്ട്, അവർ ആ പൈസ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനിയും ഇനിയും മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ആൻഡ് ദേ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ദേ ആർ ഹാവിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരിലേക്ക് പിന്നെ പിന്നെ പൈസ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതാ ഇതിന്റെ ഒരു പൈസയുടെ ഒരു സൈക്കോളജി. അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം, പൈസക്ക് ബഹുമാനം കൊടുക്കണം, പൈസയെ നമ്മൾ സ്നേഹിക്കുകയും വേണം. അപ്പോഴാണ് അത് നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മൾ ആരോഗ്യത്തിലേക്ക് പോവുകയാണെങ്കിലോ, നമ്മൾ പലപ്പോഴും ഒരു ചെറിയ തലവേദന ഉണ്ടായാൽ തന്നെ നമ്മൾ അവിടെ തളർന്നു കൊടുക്കും. അതോ എനിക്ക് വയ്യ എണീക്കാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഉറങ്ങും, കിടക്കും, പിന്നെ കട്ടുമെന്ന് എണീക്കൂല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കാം, ഈ തലവേദന വരുന്നത് നമ്മൾ ഇപ്പൊ ഒരു തലവേദന ഇല്ലാത്ത ആൾക്കാരുടെ തലവേദന ഒരു 5 മിനിറ്റ് ആലോചിച്ച് താനേ തലവേദന വരും. ദാറ്റ് ഈസ് എ പവർ ഓഫ് അവർ തോട്ട്സ് എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ ഈ തലവേദനയെ കുറിച്ച് ചിന്തിക്കാതെ എന്റെ ശരീരത്തിൽ എന്തൊക്കെ എനിക്ക് ചെയ്യും, അതായത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന എന്തൊക്കെ ഓർഗൻസ് ഉണ്ട് ഒന്ന് ചിന്തിച്ചു. എന്റെ 2 കൈകൾക്കും യാതൊരു കുഴപ്പമില്ല, 2 കാലുകൾക്കും ഒരു കുഴപ്പമില്ല, എന്റെ കിഡ്നി നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, എന്റെ ഹാർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, എന്റെ കണ്ണുകളിലൂടെ എനിക്ക് നല്ല രീതിയിൽ കാഴ്ച ശക്തിയുണ്ട്, എനിക്ക് കേൾക്കാം. ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ആക്ച്വലി വി ആർ സേയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടു അവർ ബോഡി. അപ്പം ആരോഗ്യത്തിന് എന്തോ ഒരു മുട്ടുവേദന വരുമ്പോഴത്തോ അല്ലെങ്കിൽ ഒരു നെഞ്ഞെരിച്ചിൽ വരുമ്പോഴത്തോ ഒരു വയറുകാളൽ ആസിഡിറ്റി ഒക്കെ വരുമ്പോഴത്തോ, ഓ എനിക്ക് ആസിഡിറ്റി ആ മോളെ, എനിക്ക് ഒന്നും തിന്നാൻ പറ്റൂല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് തന്നെ കാണുന്നവരോടൊക്കെ നമ്മൾ അസുഖത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ചോദിച്ചോ. അതൊരു ട്രെൻഡാണ് അല്ലേ? നമുക്ക് എന്തോ ഒരു ചെറിയ കാര്യം വന്നു പിന്നെ എങ്ങനെയുണ്ട് സുഖമല്ലേ എന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോഴത്തേക്കും ഓരോ അസുഖത്തിന്റെ പാണ്ടങ്ങോട്ടായിരിക്കും അല്ലേ? എന്നിട്ട് പറയാം എന്താ പറയാ, നമ്മളൊന്നും തിന്നാൻ പറ്റില്ല, അസിഡിറ്റി ആണ്, മരുന്നൊക്കെ കുറെ കുടിച്ചു നോക്കി ഒന്നും മാറുന്നില്ല. ഇത് അവരെല്ലാവരോടും പറഞ്ഞു നടക്കും. ഇങ്ങനെ നമ്മൾ അതായത് അസിഡിറ്റി മാത്രമേ അവർക്ക് പ്രശ്നം ഉണ്ടാവും, വേറെ ഒരു പ്രശ്നം അവർക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളെ മൈൻഡിൽ കൊടുക്കുന്ന തോട്ട് തന്നെയാണ് നെഗറ്റീവ് തോട്ട് ഇങ്ങനെയും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ അവരെ ലൈഫ് തന്നെ അതിലായിട്ട് മുങ്ങിപ്പോകും എന്നുള്ളതാണ്. അതായത് ആ കപ്പല് മുങ്ങി, ഇനി ആ കപ്പല് മുങ്ങിപ്പോയി, കടലിൽ മുങ്ങിപ്പോയി, ഇനി അതിലേക്ക് നമ്മ ആ കപ്പലിനെ പിന്നെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഒന്നുമില്ല, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ എവിടോ ഒരു ചെറിയൊരു പണി മുടക്കിയ ഒരു അവയവത്തിന് മാത്രം ചിന്തിച്ച് ബാക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ലൈഫിനോട് ചെയ്യുന്ന എന്തൊരു അനീതിയാണല്ലേ? ഇത് തന്നെയല്ലേ ബിസിനസ്സിലും സംഭവിക്കുന്നത്. ബിസിനസ്സിൽ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ കമ്പനിയിൽ ഒരൊറ്റ ആളായിരിക്കും ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാത്ത, പക്ഷെ അയാളോട് ഭയങ്കര ദേഷ്യമായിരിക്കും, അയാളോട് എപ്പോഴും ചീത്ത പറയും, അയാളെ കാരണമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ഇതാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി 99 ആൾക്കാരും അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അയാള് എന്താ സംഭവിക്കുക, അയാളെ ബിസിനസ്സിൽ അയാൾക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. കാരണം അയാള് നെഗറ്റീവും ചിന്തകളും എല്ലാ ആൻസൈറ്റിയും ഫിയറും ഒക്കെ കൊടുക്കുന്നതാണ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൗ കെൻ ഹി എക്സ്പാൻഡ് ഹിസ് ബിസിനസ്? ഒരിക്കലുമില്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് എവിടെ ഗ്രോത്ത് വേണോ, എവിടെ എക്സ്പാൻഷൻ വേണോ, എവിടെ നമുക്ക് അഭിവൃദ്ധിപ്പെടുത്തണോ, അല്ലെങ്കിൽ നമുക്ക് അബൻഡൻസ് നമ്മളിലേക്ക് നമുക്ക് വലിച്ചടിപ്പിക്കണം, അവിടെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, അതിന് ഭയങ്കര പവർഫുൾ ആണ്. അപ്പം ഇത് നമുക്ക് ഒരു പക്ഷെ പെട്ടെന്ന് നമുക്ക് ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരണം. കാരണം അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അത് നമ്മുടെ സ്പിരിച്വൽ ഡയമെൻഷനിലും ഇതേപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു ഈവൻ
ഒപ്ര വിൻഫ്രനെ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അവരെന്നും ഒരു ദിവസം 10 ഗ്രാറ്റിറ്റ്യൂഡ് മിനിമം എഴുതിയിരിക്കും. 10 ഗ്രാറ്റിറ്റ്യൂഡ് അവർ മിനിമം എഴുതിയിരിക്കും. കാരണം അവർ പറയുന്നത് അത് ആ, അവർക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അത് അവർക്ക് ആലോചിക്കാനും കൂടി പറ്റില്ല ഒഴിവാക്കുന്നത്. കാരണം ഇത്ര നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെടുത്ത് നോക്കിയാലും ദേ ഓൾ വിൽ ബി പ്രാക്ടീസിങ് ദിസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഒരു മാസ്റ്ററിന്റെ ഒരു കഥയുണ്ട്. ഒരു വലിയ പണ്ഡിതനുമാണ്, അതേപോലെ തന്നെ വലിയ ബിസിനസ്സുകാരനുമാണ്. അപ്പൊ ഒരു പണ്ഡിതനായിട്ട് അപ്പം അയാൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ബിസിനസ്സുകാരനാണല്ലോ. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു അയാളുടെ വലിയ ചരക്ക് കപ്പല് മുങ്ങിപ്പോയി കടലില് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അയാള് ഇത് കേട്ടപ്പം എന്താണ് അയാൾ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പം ഇത് അയാളെ കുറെ ശിഷ്യന്മാരുണ്ട്. അപ്പൊ അവരിങ്ങനെ അത്ഭുതപ്പെട്ടു നിന്ന് എന്തിനാ അപ്പം നമ്മളെ നമ്മുടെ സ്വന്തം ബിസിനസ്സിൽ ഒരു വലിയ ചരക്ക് കപ്പലാണ് മുങ്ങിപ്പോയത്, എന്നിട്ട് അയാള് താങ്ക് യു എന്ന് പറയുന്നതും എന്തൊരു അത്ഭുതമാണെന്ന്. പിന്നെ ആ മാസ്റ്റർ പിന്നെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് ബാക്കി ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്നു. അപ്പൊ പിന്നെയും രണ്ടാമത് ഒരാള് വന്നിട്ട് പറഞ്ഞു ആ ആ ആ, മാസ്റ്ററെ അത് നമ്മളെ കപ്പലല്ല, അത് വേറെ ആൾക്കാരെ കപ്പൽ. അപ്പോഴും അയാൾ കൂൾ ആൻഡ് കാം ആയിട്ട് മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ അപ്പോഴും അയാൾ താങ്ക് യു പറഞ്ഞു. അപ്പം ശിഷ്യന്മാർക്ക് ഭയങ്കര കൗതുകമായി. എന്തുകൊണ്ടായിരിക്കും ആ 2 പ്രാവശ്യം അയാൾ താങ്ക് യു പറഞ്ഞു? രണ്ടാമത്തെ പ്രാവശ്യം താങ്ക് യു പറഞ്ഞത് മനസ്സിലായി, കാരണം നമ്മളുടേതല്ലല്ലോ, നമുക്കൊരു പൊട്ടം വന്നില്ലല്ലോ, നമുക്ക് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, സ്വാഭാവികമായിട്ടും മനസ്സിലായി. പക്ഷെ ഫസ്റ്റ് ടൈം എന്തിനായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല മാസ്റ്ററെ, അതെന്താ 2 പ്രാവശ്യം നിങ്ങൾ താങ്ക് യു പറഞ്ഞത്? ഫസ്റ്റ് പ്രാവശ്യം എന്താ താങ്ക് യു പറഞ്ഞത്? അപ്പൊ ആ പണ്ഡിതൻ പറയുന്നുണ്ട്, ഓക്കെ, എന്റെ അടുത്തിൽ നിന്നും ഞാൻ ചെയ്യുന്ന എന്റെ ചരക്ക് കപ്പലിൽ നിന്നും നഷ്ടം വന്നു എന്നറിഞ്ഞപ്പോ ഞാൻ എനിക്ക് അതിനെ ഓർച്ചിട്ട് ദുഃഖം വന്നു, എന്റെ മനസ്സിൽ അതിനെ ഓർച്ചിട്ട് ആകാംക്ഷ, ആൻസൈറ്റി, പേടിയൊക്കെ വന്നു, എന്നിൽ നിന്ന് എന്തോ കുറഞ്ഞു പോകുമെന്ന് പേടി വന്നു എന്ന് ചിന്തിച്ചു നോക്കി ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ന്യൂട്രൽ ആയിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കാരണം എനിക്ക് ഐ എം സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു അവസ്ഥ, ഈ ഒരു മാനസികാവസ്ഥ എനിക്ക് നിലനിർത്താൻ പറ്റിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി. ഓക്കെ. സെക്കൻഡ് ടൈം ഇതേപോലെ പിന്നെ വന്ന് പറഞ്ഞപ്പം അപ്പൊ സെക്കൻഡ് ടൈം ശിഷ്യന്മാർക്ക് അറിയേണ്ട കാര്യമില്ല, പക്ഷെ മാസ്റ്റർ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുത്തു. സെക്കൻഡ് ടൈം ഞാൻ എന്തുകൊണ്ട് താങ്ക് യു പറഞ്ഞു എന്ന് വെച്ചാല് അപ്പം എന്റെ ഭാഗത്ത് എനിക്കല്ലല്ലോ നഷ്ടം വന്നത്. അപ്പൊ എനിക്ക് നഷ്ടം വരാത്തത് കൊണ്ട് അത് മറ്റാർക്കോ ആയിരിക്കില്ല അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കപ്പല് മുങ്ങിപ്പോയിട്ടുണ്ട്, അത് മറ്റാർക്കോ ആയിരിക്കും. അപ്പൊ എന്റേതല്ല അയാളുടേതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സന്തോഷം വന്നോ, അതായത് ആ ഒരു ഈഗോ എന്നെ ഉണർന്നോ എന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴും കാം ആൻഡ് ന്യൂട്രൽ ആണ്, എന്താണോ വന്നത് അത് ദൈവത്തിന്റെ വിധിയായിട്ട് ഞാൻ എടുക്കുന്നു എന്ന രീതിയിൽ അയാൾക്ക് അത് കാണാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് അയാൾ രണ്ടാമതും താങ്ക് യു പറഞ്ഞത്. പക്ഷെ നമ്മൾ താങ്ക് യു പറഞ്ഞത് അയാൾ എങ്ങനെ ആയിരിക്കും, നമ്മൾ കണ്ടത് എന്താ, അയാളത്തെ അല്ലല്ലോ, അപ്പൊ അയാൾക്ക് സന്തോഷം കൊണ്ടായിരിക്കും അയാൾ താങ്ക് യു പറഞ്ഞത് എന്ന രീതിയിലായിരിക്കും നമ്മൾ കണ്ടത്. പക്ഷെ ഇതിലൊരു പ്രൊഫൗണ്ട് ലെസൺ ഉണ്ട് അല്ലെ, ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ലെസൺ ഉണ്ട്. അത് അയാളുടെ മെന്റൽ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. അയാൾ കീപ്പ് ചെയ്യുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ്, എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും വേണ്ടില്ല, ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ, ഞാൻ നന്ദിയുള്ളവനായിരിക്കും എന്നൊരു മെന്റൽ സ്റ്റേറ്റ് അയാൾക്ക് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അയാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ ബലത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ചിലര് പല പല മതവിഭാഗങ്ങളാണെങ്കിൽ കൂടി ഓരോ മതവിഭാഗത്തിനും ഓരോ വിശ്വാസത്തിൽ ഊന്നിയിട്ടാണ് അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിശ്വാസമാണെങ്കിൽ കൂടിയും നമ്മൾ ആ ഒരു വിശ്വാസത്തിന് ഒരു പൂർണ്ണത വരണമെങ്കിൽ അതിന്റെ പകുതിയാണ് നമ്മൾ പറയും ഒന്ന് ക്ഷമ. ഒന്ന് ക്ഷമ. ഓക്കെ. ഈ ക്ഷമ എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് എടുക്കല്, എല്ലാം സഹിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും, എന്ത് പരീക്ഷണങ്ങൾ നേരിടുകയാണെങ്കിലും, എന്ത് പരാജയങ്ങൾ വരികയാണെങ്കിലും, ഏത് ആഹ് പരാ കഷ്ടമായ അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ കൂടി എനിക്കത് പരാതികളില്ല. അത് ഒരു വെറും ഒരു എന്നെ പരീക്ഷിക്കാൻ ഒരു കാര്യമാണ് എനിക്ക്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിക്കാൻ എന്തോ ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് നമ്മൾ അതിനെ ക്ഷമ എന്ന് പറയുന്നത്.
ഈ ക്ഷമ എന്നതിന്റെ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പകുതിയാണ് ക്ഷമ എന്നുള്ളത്. ആ വിശ്വാസത്തിന്റെ മറ്റേ പകുതി എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് പലരും പറയുന്നത് കേൾക്കില്ല, അതായത് നന്ദി ഉള്ളവനാവുക എന്നുള്ളതാണ്. ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ്. അപ്പൊ ശുക്രുള്ളവനാവുക. അപ്പം ഈ നന്ദിയുള്ള അപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പകുതിയാണ് നന്ദിയുള്ളവളായിരിക്കുക അല്ലെങ്കിൽ നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ നന്ദി എന്ന ഫീലിങ്ങിനോട്. കാരണം നന്ദിയുള്ളവനാവുമ്പോഴാണ് നമുക്ക് ഏത് അവസ്ഥയിലും നമുക്ക് താങ്ക് യു പറയാൻ പറ്റുക. അതായത് ഇപ്പൊ നമുക്ക് ചുറ്റുവട്ടത്തിൽ നോക്കുമ്പോൾ ഫുള്ള് കഷ്ടപ്പാടാണ്, നമ്മുടെ ബന്ധങ്ങളിലെ ഫുള്ള് പരാതികളാണ്, പരിഭവങ്ങളാണ്, മടുപ്പാണ്, തല്ലാണോ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ആ ബന്ധങ്ങളിൽ പോലും അങ്ങനെ ആണെങ്കിൽ കൂടി അതിലെ നന്മകൾ കണ്ടെത്തിയിട്ട് നമുക്ക് താങ്ക് യു പറയാൻ പറ്റുകയാണെങ്കിൽ അതൊരു വിശാലമായിട്ടുള്ള മനസ്സാണ് അല്ലെ. അങ്ങനെ വിശാലമായിട്ടുള്ള മനസ്സിന് ഉടമയാവുമ്പോഴാണ് നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ നല്ലത് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊരു വിശ്വാസത്തിന്റെയും കൂടി ഒരു ഭാഗമാണ് നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ചുറ്റുമുള്ളത് തകർന്നടിഞ്ഞു വീഴുകയാണെങ്കിലും ഫുള്ള് പരാജയത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മളിനി വടിച്ചെടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് തകർന്നിരിക്കുകയാണെങ്കിൽ കൂടി ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് താങ്ക് യു പറയാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. കാരണം അത് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ഒരു വിശ്വാസിയായിരിക്കും. ഒരു വിശ്വാസിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നവരല്ലേ ഈ ഭൂമിയിലുള്ളത്. ഇനിയിപ്പോ ഒരു വിശ്വാസത്തിലും ഇല്ലാത്തവരാണെങ്കിൽ കൂടി, അതായത് നിരീശ്വരവാദികളാണെങ്കിൽ കൂടി, ഒന്നുമില്ലെങ്കിലും അവർ ഈ ഭൂമിയിലേക്ക് അതായത് ഞാൻ മരിക്കുമെന്നുണ്ടെങ്കിലും അയാൾക്ക് ഉറപ്പാണല്ലോ അല്ലെ. ഞാൻ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ മരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അയാൾക്കുണ്ട്. അതൊരു വിശ്വാസമാണല്ലോ. അപ്പം തന്റെ വിശ്വാസത്തെ പൂർണ്ണമാക്കുന്നത് എന്നതിന്റെ ഒരു പകുതിയാണ് ആക്ച്വലി ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആക്ച്വലി വി ആർ എക്സ്പാൻഡിങ് ഇൻ അവർ സ്പിരിച്വൽ ഡയമെൻഷൻ. സോ നമ്മുടെ സ്പിരിച്വൽ വെൽബീയിങ് കൂടിയാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് നിങ്ങൾ ഇനി അടുത്ത വർഷത്തിലേക്ക്, ഒരു പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാം. കാരണം അത് നിങ്ങളെ ലൈഫിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കും, മാജിക്സ് തന്നെ ഉണ്ടാക്കും. പലരും ഇപ്പൊ പറഞ്ഞ പോലെ ഓപ്ര വിൻഫ്രോ ഒക്കെ എഴുതുന്ന പോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, എന്നും എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫീലിങ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഓഫ് ബീങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം നമുക്ക് ഒരു ദിവസം ഞാൻ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യട്ടെ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഞാനൊക്കെ കഴിഞ്ഞ കൊല്ലം ഇപ്പൊ ന്യൂ ഇയർ ആണല്ലോ, ന്യൂ ഇയറിന് ഞാൻ എനിക്ക് എന്റെ സെൽഫിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഞാൻ ചെയ്തൊരു കാര്യമാണ് 1000 ടൈംസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളത്. അതായത് നമ്മളെ ഓരോന്നില് നമ്മള് ലൈഫിനെ ഓരോന്നിനെയായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് വെൽത്ത്, ഹെൽത്ത്, ഇതേപോലെ റിലേഷൻഷിപ്പ്, അങ്ങനെ പല 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 ഏരിയാസിൽ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞെടുക്കും. അപ്പൊ അത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന നമ്മളൊരു അനുഭൂതി, ഒരു ഫീലിംഗ് ഉണ്ട്. അതൊരു വല്ലാത്ത ഫീലിംഗ്. അതായത് നമ്മള് ഇത്രയും കാലം നമുക്ക് ഇല്ല 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 എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് കഷ്ടപ്പാടും ദാരിദ്ര്യവും കണ്ട പല കാര്യങ്ങളുടെ നടുവിലും നമുക്ക് ഇത്രയൊക്കെ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പീരീഡാണ്. കാരണം നമ്മൾ അത്ര തന്നെ ചിന്തിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ പൈസ ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര അടിപിടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അവരിൽ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആശ്വാസം തരുന്നുണ്ട്. സോ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നും ചെയ്ത് നോക്കൂ. നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദിസ് ഇസ് മൈ ചാലഞ്ച്. എന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചാലഞ്ചാണ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അടുത്ത വർഷം നിങ്ങൾ ഇത് മാത്രം ചെയ്തു നോക്കൂ. അതായത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ഫ്ലറിഷ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഏറ്റവും, അതായത് നമ്മൾ എനർജി സ്കെയിൽ എടുത്ത് നോക്കിയാൽ ഏറ്റവും ഹയസ്റ്റ് വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്, ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷൻ എന്നുള്ളത്.
അപ്പൊ ആ ഫീലിംഗിൽ നമുക്ക് നിൽക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, അതേപോലെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമുക്ക് എല്ലാത്തിനെയും ഒരു എന്താ പറയാ, ഉം, ഒരു എപ്പോഴും നമുക്കൊരു നല്ല ഫീലിംഗ് ആയിരിക്കും. നല്ലത് മാത്രം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ ഇതാണ് എനിക്ക് ന്യൂ ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല, ജസ്റ്റ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഏറ്റവും എന്നും രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതേപോലെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സീക്രട്ട് ബുക്കൊക്കെ എടുത്ത് വായിച്ചാൽ വളരെ നല്ലതാണ്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ കേൾക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളിത് പ്രാക്ടീസും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ അത് വരിക. അല്ലാതെ കുറേ കേട്ട് പോയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആക്ഷൻ എടുത്ത് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക, അത് നമ്മളിലേക്ക് അത് ഇഴുകി ചേരുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വെറുതെ കേട്ട് പോകുന്ന എത്ര നല്ല അറിവാണെങ്കിൽ കൂടി അതൊരു നമുക്ക് ശാപമായിട്ട് തീരും. എവറി വിസ്ഡം വിൽ ബി കേഴ്സ് ഇഫ് യു ഡു നോട്ട് ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. അപ്പം കാരണം നമ്മളിത് അറിയുകയും ചെയ്തു, അറിഞ്ഞിട്ട് നമ്മൾ അതിലൊരു ആക്ഷനും എടുക്കാതെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്ത് കൊടുക്കും, നമ്മുടെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ, അപ്പൊ നമ്മൾ സെൽഫ് റിഗ്രഷനിലേക്കാണ് പോകുക. അപ്പൊ അത് ഒഴിവാക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്ഷൻ എടുത്ത് നോക്കൂ. കാരണം ആക്ഷൻ എടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്കൊരു ദാഹം ഉണ്ടെങ്കിൽ വെള്ളം വേണം. വെള്ളം ചിലർ വെള്ളം എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അവിടെ ആ വെള്ളം നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് സംഭവിക്കണം, നമുക്ക് തന്ന രണ്ട് കൈകളുണ്ടല്ലോ, അതിലൊരു കൈ കൊണ്ട് നമ്മൾ ആ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ചുണ്ടിന്റെ അടുത്തേക്ക് വെക്കണം. എന്നാൽ മാത്രമേ വെള്ളം അങ്ങോട്ടേക്ക് ഇറങ്ങുള്ളൂ. എന്നാലും ഇറങ്ങൂല, നമ്മൾ എന്നിട്ട് വായലാക്കി ഇങ്ങോട്ട് ഇറക്കണം. അപ്പോഴാണ് വെള്ളം ഇറങ്ങുക. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മളിങ്ങനെ കണ്ടും കൂട്ടി നിന്ന് ഫീൽ ചെയ്യാണ്, യെസ്, ഒരു ഗ്ലാസ് വെള്ളം എന്നിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ, എന്നിലേക്ക് വരട്ടെ എന്ന് ഫീൽ ചെയ്യുമ്പോൾ അത് ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ അല്ല, അത് മാനിഫെസ്റ്റേഷൻ അല്ല. അവിടെ നമ്മൾ നമുക്ക് എന്താണോ വേണ്ടതെന്ന് ഫീൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെ ആക്ഷനും കൂടി എടുക്കുമ്പോഴാണ് അത് സംഭവ്യമാവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്താ പറയാ, മടി എന്നാണ് നമ്മൾ പറയാം അല്ലെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പം എന്തായാലും ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഫീഡ്ബാക്ക് പറയാം, പേഴ്സണലായിട്ട് പറയാം, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ പുതിയ വർഷത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഐ ഗ്യാരണ്ടി അബൌട്ട് ദിസ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. സോ ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു അനൗൺസ്മെന്റും കൂടെ ഉണ്ട്. നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ജാനുവരി, അതായത് ന്യൂ ഇയറിലെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ജാനുവരി 20 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പോൾ പല ക്ലാസ്സുകളായിട്ട് കേൾക്കുന്ന മനസ്സിലായിട്ടുണ്ടാവും എവിടൊക്കെ എനിക്ക് മാറ്റം വരുത്തണം, എവിടൊക്കെ എനിക്ക് ചേഞ്ച് ചെയ്യണം, എവിടൊക്കെ എനിക്ക് ഗ്രോത്ത് കൊണ്ടുവരണം. അവിടെയൊക്കെ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ, അതായത് മനസ്സിൽ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കറക്റ്റ് അവിടെ ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ആൻഡ് ഐ അഷ്യൂർ യു ദിസ് എന്നുള്ളതാണ്. അപ്പം പുതിയൊരു വർഷത്തിലേക്ക് കിടക്കാം, നിങ്ങൾക്കൊന്ന് പുതിയ ലൈഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറാനും ഒരു പുതിയ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഐ വുഡ് വെൽക്കം ടു അവർ ബേസിക് കോഴ്സ് ആണ്, നമ്മുടെ ബേസിക് കോഴ്സ് ആണ് ഇത്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡു കണക്ട് മീ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ബൈ.